പോച്ച പറിക്കാൻ എളുപ്പ വഴിയാട്ടോ ഇത്. നമ്മളിങ്ങനെ വെള്ളം കോരി ഒഴിച്ച് ഇതൊന്ന് കുതിർക്കണം. കുതിർത്ത് കഴിയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് പറിക്കാം. ഞാൻ മെനഞ്ഞാന്ന് പറിച്ചില്ല, ഭയങ്കര പാടായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുതിർക്കുമ്പോൾ നമുക്ക് പോച്ച പറിക്കാൻ എളുപ്പമാണ് കേട്ടോ. സുപ്പുൻ്റെ ഐഡിയ ആണ് ഇത് കേട്ടോ. എല്ലാവരും കണ്ടുപഠിച്ചാണ് കേട്ടോ, എൻ്റെ ഐഡിയ ആണ്. ഇങ്ങനെ കുതിർത്തിടുക കേട്ടോ. എന്നിട്ട് പതിയെ പതിയെ പറിച്ചു മാറ്റുക. പതിയെ പതിയെ പറിച്ചു മാറ്റുക. ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ഇത് കേട്ടോ. മഴയില്ലാത്ത സമയത്തെ പോച്ച പറിക്കാൻ ഇത് എളുപ്പമാണ്. പിന്നെ വെള്ളം ഒഴിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഇച്ചിരി നേരം നിൽക്കണം. എന്തായാലും മെനക്കെടണം. മെനക്കെട്ടേ നമുക്ക് പോച്ച പറിക്കാനും കേട്ടോ. എൻ്റെ എളുപ്പപ്പണിയാണ് ഇതൊക്കെ. എൻ്റെ എളുപ്പപ്പണിയാണ് ഇതൊക്കെ കേട്ടോ. അല്ലേ ഉപ്പ് പിടിക്കുകയാണല്ലേ. ഈ രാമൻകുട്ടിയെ തളർത്താനൊക്കത്തില്ല പോച്ചേ. ഈ രാമൻകുട്ടിയോടാണോ നിന്റെ കളി അല്ലേ? പോച്ചക്കുട്ടൻ്റെ കളി ഈ രാമൻകുട്ടിയോടാണല്ലേ? ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പതിയനെ ഈ ലൈൻ കമ്പിയൊക്കെ താഴോട്ട് കിടക്കും. ഇനി നമുക്ക് പതിയനെ നമുക്ക് പോച്ച പറിക്കാം കേട്ടോ. എന്ത് എളുപ്പം ഉണ്ടോ പോച്ച വരുന്ന കണ്ടോ. ഉപ്പിൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? മഴ കുടുങ്ങുന്നു കേട്ടോ. കണ്ടോ എളുപ്പമാട്ടോ ഇങ്ങനെ പോച്ച പറിക്കാൻ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കണ്ടോ കുതിർത്തപ്പം പതുക്കെ ഇങ്ങനെ ഇളകി വരും. ഇനി നമ്മളൊന്ന് പൊക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. തൊഴിലുറപ്പില്ലാത്തപ്പോൾ ഈ ജാനുവിൻ്റെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതേ എളുപ്പം കേട്ടോ. നമ്മളത് പൊക്കി കൊടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ പോച്ചക്കൂട്ടം പൊങ്ങി വരുന്നതാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ പോച്ചക്കൂട്ടൻ പൊങ്ങി വരുന്നതാണ്. എന്തെളുപ്പം കണ്ടുപഠിക്കുക കേട്ടോ എല്ലാവരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പോച്ച പറിക്കുന്നത് കേട്ടോ. വെള്ളം കോരി ഒഴിക്കുക, എന്താ കുതിർക്കുക, പോച്ച പറിക്കുക. ഓരോ ദിവസം ഇങ്ങനെ കുറേശ്ശെ പറിക്കാം. ഞാൻ അവിടെ പറിച്ചില്ലേ കുറച്ച്, അവിടെ ഒത്തിരി പറിച്ചില്ലേ. ഇനിയിപ്പോൾ മഴ കഴിയുമ്പോൾ വീണ്ടും വരും. വീണ്ടും എനിക്കിത് തന്നെ പണിയോട് പണി. എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ പോച്ച പറിക്കാൻ. നിങ്ങൾ മുറ്റത്തൊക്കെ പോച്ച ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കേട്ടോ. മുറ്റത്ത് പോച്ചയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ പറിച്ചു കേട്ടോ.
എന്ത് എളുപ്പം കേട്ടോ, ഭയങ്കര എളുപ്പം ഇത്. പിന്നെ നമ്മൾ ഈ മെറ്റിലൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കണം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി, എളുപ്പം നമ്മുടെ പോച്ചക്കുട്ടന്മാരെ എടുക്കണം. ഓക്കേ, ഇവിടുത്തെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഓ എന്ത് എളുപ്പമായിരുന്നു കേട്ടോ, ഭയങ്കര എളുപ്പം ഇങ്ങനെ കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എളുപ്പപ്പണിയാണ് കേട്ടോ. നമ്മുടെ പോച്ച നന്നായിട്ട് ഇളകി. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഇത് എങ്ങനെ പറിക്കുമെന്നും പറഞ്ഞേ, ഇപ്പോഴാണ് ആ ബുദ്ധി തോന്നിയത് എനിക്ക്. വെള്ളം ഒഴിച്ച് കുതിർക്കുക, പോച്ച പറിക്കുക. അത്രയും പോച്ച പോയി കേട്ടോ, എന്ത് എളുപ്പമായിരുന്നു. നല്ല ബുദ്ധിയാണ് കേട്ടോ, നല്ല ബുദ്ധിയാണ് എൻ്റെ. എല്ലാവരും കണ്ടു പഠിച്ചു കേട്ടോ. ഈ ഒരു ബുദ്ധി മുറ്റത്തെ പോച്ച പറിക്കാൻ എന്ത് എളുപ്പം. വെള്ളം കോരി ഒഴിക്കുക, പറിക്കുക കേട്ടോ. ഇത്രയും പോച്ചയും കിട്ടി, ഇത്രയും പോച്ചയും കിട്ടി. ഇത്രയും പോച്ച കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. കുറേശ്ശെ കുറേശ്ശെ, എനിക്ക് വയ്യ കേട്ടോ, ഒത്തിരി പറിക്കാൻ നമുക്ക് വയ്യ, നടുവേദന എടുക്കും. കുറേശ്ശെ കുറേശ്ശെ, ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. ഇനി വൈകിട്ടായിട്ടെ. ഇത് നട്ടുച്ച സമയത്താണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പൂതൊഴി, ഒരു പാത്ര ദാഹജലം നീ
എനിക്കു നൽകോ അയ്യയ്യോ ഞാൻ കോരിയ വെള്ളം കുടിച്ചാൽ തീണ്ടലില്ലേ ഞാൻ കോരിയ വെള്ളം തീണ്ടലില്ലേ. നല്ല മഴക്കാറുണ്ട് കൂട്ടുകാരെ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് അന്നേരം സുപ്പ് ഇനി വൈകിട്ട് വെള്ളം ഒഴിച്ച് പോച്ച പറിക്കത്തില്ല കേട്ടോ. രാവിലെ മുതലേ നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴക്കോളുണ്ട്, ഇടി മുഴങ്ങുന്നു. വേഗം പോയി കളയാം, മതി. ഇത്രയും പോച്ച പറിച്ച് ഇനി ബാക്കിയൊക്കെ പിന്നെ കുറേശ്ശെ പറിക്കാം.